എപ്പിസോഡ് 17ലേക്ക് എല്ലാവർക്കും സ്വാഗതം. മറുവശത്ത് ശങ്കറിനെയും പാർവിനെയും കണ്ടുപിടിക്കാൻ വേണ്ടി ദുൽചന്ദ് പോലീസിനെ അറിയിക്കുമ്പോൾ ഇൻസ്പെക്ടർ വന്ന് പാർവിന്റെയും ശങ്കറിന്റെയും ഫോട്ടോസ് വാങ്ങി കൊണ്ടുപോവുകയാണ്. ഈ സമയം പാർവും ശങ്കറും കീരിനഗർ എന്ന ഗ്രാമത്തിന്റെ അകത്തേക്ക് പോവുകയാണ്. അവിടെ പോയി ആരോടെങ്കിലും ഹെൽപ്പ് ചോദിക്കാമെന്നും പറഞ്ഞാണ് ശങ്കർ പാർവിനെ വിളിച്ചുകൊണ്ട് പോകുന്നത്. ഇവർ രണ്ടുപേരും പോകുന്നത് ഒരു ചെറിയ കീരി കാണുകയാണ്. ആ കീരി നോക്കുമ്പോൾ നാഗരാജാവും നാഗറാണിയും പോകുന്നതായാണ് കീരിയുടെ കണ്ണിൽ കാണുന്നത്. ഈ സമയം ശങ്കറും പാർവും ഉള്ള സ്ഥലം എവിടെയാണെന്ന് മനസ്സിലാക്കുന്ന മോഹിനിയും മൻമോഹനും രംഭയും കീരി നഗറിലേക്ക് പോവുകയാണ്. തുടർന്ന് ശങ്കറും പാർവും പോകുന്ന വഴി കാലിക്കണിയിൽപ്പെട്ട് കരയുന്ന കുട്ടിയെ കാണുന്ന ശങ്കറും പാർവും ആ കുട്ടിയുടെ അടുത്തേക്ക് പോവുകയാണ്. ആ കുട്ടിയെ കാണുന്ന പാർവിന് അതൊരു ഇച്ഛാധാരി കീരിയാണെന്ന് മനസ്സിലാക്കുന്ന പാറു ആ കാര്യം ശങ്കറിനോട് പറയുമ്പോൾ ശങ്കർ ആ കാര്യം വിശ്വസിക്കാതെ നിൽക്കുകയാണ്. ഈ സമയം പാറുവും ശങ്കറും നാഗമാണെന്നും അവരുടെ ശത്രുവാണെന്നും മനസ്സിലാക്കുന്ന ആ കുട്ടി ദേഷ്യത്തോടെ അവരെ നോക്കി ചീറ്റുകയാണ്. അതൊന്നും നോക്കാതെ പാറു ആ കുട്ടിയുടെ അടുത്ത് പോകുമ്പോൾ ആ കുട്ടി പാറുവിന്റെ കയ്യിൽ കടിക്കുകയാണ്. അത് കാണുന്ന ശങ്കർ പാറുവിനെ പിടിച്ച് മാറ്റിയിട്ട് ഈ കുട്ടി എന്തിനാണ് രക്ഷിക്കാൻ വന്നവരോട് ഇങ്ങനെ പെരുമാറുന്നതെന്ന് ചോദിക്കുകയാണ്. അത് കേൾക്കുന്ന പാറു ഒരിക്കൽ കൂടി ട്രൈ ചെയ്ത് നോക്കാം, ഈ കുട്ടിയെ രക്ഷിക്കാൻ വേറെ ആരും ഇവിടെ ഇല്ല എന്ന് പറഞ്ഞ് പാറു ആ കുട്ടിയുടെ അടുത്ത് പോയിട്ട് ആ കുട്ടി വയലന്റ് ആകാതിരിക്കാൻ വേണ്ടി ബലം പ്രയോഗിച്ച് പാറു ആ കുട്ടിയുടെ കയ്യിൽ പിടിച്ചിട്ട് ആ കുട്ടിയോട് പാറു എത്ര വലിയ ശത്രുവാണെങ്കിലും നമ്മുടെ ജീവൻ രക്ഷിക്കാൻ വന്നാൽ നമ്മുടെ ജീവനാണ് ആദ്യം പ്രാധാന്യം കൊടുക്കേണ്ടത്, അല്ലാതെ ശത്രുതയ്ക്കല്ല എന്ന് പറയുന്നത് കേൾക്കുന്ന കുട്ടി സൈലന്റ് ആവുകയാണ്. അത് കാണുന്ന മോഹിനി ഇപ്രാവശ്യം പാർവിനെ ജയിക്കാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞ് മോഹിനി ഒരു കത്തി എടുത്ത് ആ കുട്ടിയുടെ നേരെ എറിയുകയാണ്. ആ കത്തിയുടെ കുത്ത് കിട്ടി വീഴുന്ന ആ കുട്ടി വേദന കൊണ്ട് കരയുകയാണ്. അത് കാണുന്ന പാറു കത്തി ഊരിയെടുക്കാൻ ശ്രമിക്കുകയാണ്. ആ സമയം അവിടേക്ക് കീരികളുടെ രാജാവും കൂട്ടരും വരികയാണ്. അവർ നോക്കുമ്പോൾ കീരിയായ രാജാവിന്റെ മകന്റെ ശരീരത്തിൽ നിന്നും പാറു കത്തി ഊരിയെടുക്കാൻ ശ്രമിക്കുന്നത് കാണുന്ന അവരെല്ലാവരും ദേഷ്യത്തോടെയും വിഷമത്തോടെയും നിൽക്കുകയാണ്. അവർ നാഗങ്ങളെ വെറുതെ വിടില്ല എന്ന് പറഞ്ഞ് കീരികളായി മാറി അവരെല്ലാവരും അവിടെ നിന്ന് പോവുകയാണ്. ഈ സമയം പാറു കത്തി വലിച്ചെടുക്കുമ്പോൾ ആ കുട്ടിയുടെ ബോധം പോവുകയാണ്. അത് കാണുന്ന പാറു കുറച്ച് പച്ചില മുറിൽ വെച്ച് കൊടുക്കുകയാണ്. ആ സമയം അവിടെ ഒരു സ്ത്രീ വരുന്നു. ആ സ്ത്രീ അവരോട് ആരാണെന്ന് ചോദിക്കുമ്പോൾ ശങ്കർ അവരോട് വഴിതെറ്റി വന്നതാണെന്നും ഈ കുട്ടിയെ രക്ഷിച്ചത് ഞങ്ങളാണെന്നും പറയുകയാണ്. ആ കാര്യം കേൾക്കുന്ന അവർ എനിക്കറിയാവുന്ന കുട്ടിയാണ് ഇതെന്നും നമ്മുടെ ഗ്രാമത്തിൽ പോയി കുറച്ചു നേരം റെസ്റ്റ് എടുത്തതിന് ശേഷം പോകാനുള്ള വഴി പറഞ്ഞു തരാമെന്നും പറയുന്നത് കേൾക്കുന്ന ശങ്കർ ആ കുട്ടിയെ എടുത്ത് ആ സ്ത്രീക്ക് കൊടുക്കുകയാണ്. തുടർന്ന് ആ സ്ത്രീ പോകുമ്പോൾ അവരുടെ കൂടെ പോകാതെ മടിച്ചു നിൽക്കുന്ന പാറു ശങ്കറിനോട് എന്തോ ഒരു ആപത്ത് സംഭവിക്കാൻ പോകുന്നത് പോലെ തോന്നുന്നു, നമുക്ക് ഇപ്പോൾ തന്നെ ഇവിടെ നിന്ന് പോകാമെന്ന് പാറു പറയുന്നത് കേൾക്കുന്ന ശങ്കർ പാറുവിനെ നിർബന്ധിച്ച് അവിടെ നിന്ന് കൊണ്ടുപോവുകയാണ്. അവർ പോകുന്നത് മാറി നിന്ന് കാണുന്ന ഇച്ഛാധാരി കീരികളുടെ രാജാവ് എന്റെ മകനെ ഉപദ്രവിച്ച ആ നാഗങ്ങളെ ഇന്ന് തന്നെ കൊല്ലുമെന്ന് പറയുകയാണ്. ഈ സമയം ആ സ്ത്രീ പാറുവിനെയും ശങ്കറിനെയും ഒരു പഴയ വീട്ടിന്റെ അകത്താക്കിയിട്ട് അവർ ആ കുട്ടിയെ രാജാവിന്റെ കയ്യിൽ ഏൽപ്പിക്കുകയാണ്. തുടർന്ന് വിശക്കുന്നു പുറത്തുപോയി എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കിയിട്ട് വരാമെന്നും പറഞ്ഞ് ശങ്കർ അവിടെ നിന്ന് പോകുന്നത് കാണുന്ന ഇച്ഛാധാരി കീരികൾ ആ പഴയ വീട്ടിന്റെ അകത്തേക്ക് കയറുകയാണ്. അവരെല്ലാവരും അവിടെ എല്ലായിടത്തും അരിച്ചു പറക്കി പാറുവിനെ നോക്കുകയാണ്. ഇതെല്ലാം മറിഞ്ഞു നിന്ന് വിൻഡോയിലൂടെ മോഹിനിയും മൻമോഹനും രംഭയും കാണുകയാണ്. ഈ സമയം കീരികൾ വരുന്നുണ്ടെന്ന് നേരത്തെ മനസ്സിലാക്കിയ പാറു നാഗമായി മാറി റൂഫിലുള്ള ഒരു തടിയിൽ തൂങ്ങിക്കിടക്കുകയാണ്. കുറെ ഇച്ഛാധാരി കീരികൾ നിൽക്കുന്നത് കണ്ട് പേടിച്ചിരിക്കുകയാണ് പാറു. ഇത്രയും കീരികളെ ഒറ്റയ്ക്ക് നേരിടാൻ പാറുവിനെ കൊണ്ട് കഴിയില്ല എന്ന് പറഞ്ഞ് പാറു ഇരിക്കുമ്പോൾ അവർ അവിടെ പാറുവിനെ കാണുകയാണ്. അതിലൊരാൾ കമ്പുകൊണ്ട് പാറുവിനെ തള്ളി താഴെ ഇടുകയാണ്. താഴെ വീഴുന്ന പാറു ചുറ്റും നിൽക്കുന്ന ഇച്ഛാധാരി കീരികളെ കണ്ട് പേടിച്ച് നിൽക്കുകയാണ്. അവരെല്ലാവരും പാറുവിനെ കൊല്ലാൻ വേണ്ടി പാറുവിന്റെ അടുത്ത് പോകുമ്പോൾ പേടിക്കുന്ന പാറു ശങ്കർ എന്ന് അലറി വിളിക്കുകയാണ്. ആ സമയം പാറുവിന്റെ മുമ്പിൽ ശങ്കർ വരുന്നു. ശേഷം പാറു ശങ്കറും കൂടി എല്ലാ കീരി മനുഷ്യരെയും അടിക്കുകയാണ്. അപ്പോൾ അവിടെ മണ്ണെണ്ണയുമായി കീരികളുടെ രാജാവ് വരികയാണ്. അയാൾ പാറുവിന്റെ നേരെ മണ്ണെണ്ണ ഒഴിക്കാൻ തുടങ്ങുന്ന സമയം പാറുവിന്റെ മുമ്പിലായി പാറു രക്ഷപ്പെടുത്തിയ ആ കുട്ടി വരികയാണ്. എന്നിട്ട് ആ കുട്ടി അച്ഛനോട് ഞാനൊരു കീരിയാണെന്ന് അറിഞ്ഞിട്ടും എന്റെ ജീവൻ രക്ഷിച്ചത് ഈ നാഗമാണെന്നും എന്നെ രക്ഷിച്ച ഇവരെ ശിക്ഷിക്കുന്നത് ശരിയല്ല എന്ന് ആ കുട്ടി പറയുന്നത് കേൾക്കുന്ന അവരെല്ലാവരും ശങ്കറിനോടും പാറുവിനോടും താങ്ക്സ് പറയുകയും പാറുവിനെയും ശങ്കറിനെയും ബുദ്ധിമുട്ടിച്ചതിലും ഉപദ്രവിച്ചതിലും സോറി പറയുകയും ചെയ്യുകയാണ്. ഈ എപ്പിസോഡിന്റെ ഫുൾ വീഡിയോ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്.